മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട് നമ്മുടെ മുന്നിലേക്ക്. നടി ആക്രമിച്ച കേസിലെ നമുക്ക് ഹാഷ് വാലി വിവാദം നമുക്ക് ഓർമ്മയുണ്ട്. അതിൽ കോടതിയിൽ നിന്ന് നടിയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ ചോർന്നിട്ടില്ല, ആക്രമണ ദൃശ്യങ്ങൾ പകർത്തിയ 8 ഫയലുകൾ സുരക്ഷിതമാണ് എന്നാണ് വിധിന്യായത്തിൽ പറയുന്നത്. കോടതിയിൽ നിന്ന് ദൃശ്യങ്ങൾ ചോർന്നിട്ടില്ല എന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ തന്നെ സമ്മതിച്ചുവെന്നും ആ വിധിന്യായത്തിൽ പറയുന്നുണ്ട്. മെമ്മറി കാർഡിന്റെ തെളിവ് മൂലത്തിൽ മാറ്റം വന്നിട്ടില്ല എന്നും പ്രോസിക്യൂട്ടർ കോടതിയിൽ വാദത്തിന്റെ അവസാന ദിവസം സമ്മതിച്ചുവെന്നും വിധിന്യായത്തിൽ പറയുന്നു. റിയ ബേബി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. റിയ, അതായത് കോടതി വിധിന്യായത്തിൽ പറയുന്നത് ഹാഷ് വാല്യൂ മാറിയ സംഭവത്തിൽ അഡീഷണൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ തന്നെ സമ്മതിക്കുകയാണ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന്. ആര്യ, വിധിന്യായത്തിന്റെ 1442 പേജ് മുതലാണ് ഹാഷ് വാലിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഒരു വ്യക്തത വരുത്താൻ ഈ വിധിന്യായത്തിൽ ശ്രമിക്കുന്നത്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയുന്നത് നടി കോടതിയിൽ നിന്ന് ഈ നടിയുടെ സ്വകാര്യതയെ ബാധിക്കുന്ന ദൃശ്യങ്ങൾ ചോർന്നിട്ടില്ല, അത് വിചാരണയുടെ ഒരു ഘട്ടത്തിലും ബാധിച്ചിട്ടില്ല, 8 ഫയലുകളും സുരക്ഷിതമാണ്. മാത്രമല്ല കോടതിയിൽ നിന്ന് ഈ ദൃശ്യങ്ങൾ ചോർന്നിട്ടില്ലെന്ന് വിചാരണയുടെ അവസാന ദിവസത്തെ വാദങ്ങളിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സമ്മതിച്ചിട്ടുണ്ട് എന്ന കാര്യമാണ് 1552 പേജ്, അതായത് അതിന്റെ ഏറ്റവും അവസാനം ഈ വിധിന്യായത്തിൽ പറയുന്നത്. മെമ്മറി കാർഡിന്റെ തെളിവ് മൂല്യത്തിൽ മാറ്റം വന്നിട്ടില്ലെന്ന് പ്രോസിക്യൂട്ടർ കോടതിയിൽ വാദത്തിന്റെ അവസാന ദിവസം സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മെമ്മറി കാർഡ് സുരക്ഷിതമായിരുന്നു, നടിയുടെ സ്വകാര്യതയെ ബാധിച്ചിട്ടില്ല എന്നൊരു കണ്ടെത്തലും ഒരു വ്യക്തതയുമാണ് ഹാഷ് വാലി വിവാദവുമായി ബന്ധപ്പെട്ട് ഈ വിധിന്യായത്തിൽ ജഡ്ജി ഹണി എം വർഗീസ് വരുത്തുന്നത്. മാത്രമല്ല അന്വേഷണത്തിന്റെ തുടക്കഘട്ടത്തിൽ ഹാഷ് വാലി ചോർന്നതുമായി ബന്ധപ്പെട്ട് കോടതിയെ അറിയിച്ചിരുന്നില്ല എന്ന കാര്യം കൂടി അവിടെ പറയുന്നുണ്ട്. 2018 ജനുവരി 9-ാം തീയതി, 2018 ഡിസംബർ 13-ാം തീയതി, 2021 7-ാം മാസം, ആ ദിവസങ്ങളിൽ മാറി എന്നതാണ് പ്രധാനമായും ഉയർന്നു വന്നത്. പക്ഷേ പരിശോധനകളിൽ അങ്ങനെ ഒരു സാഹചര്യമില്ല എന്നൊരു വ്യക്തത വരുത്തൽ ഈ ഘട്ടത്തിൽ നടത്തുന്നുണ്ട്. എങ്ങനെയാണ് പ്രോസിക്യൂഷൻ ഇനി അതിനെ അപ്പീൽ പോകുമ്പോൾ അടക്കം മറികടക്കുക എന്നത് കാത്തിരുന്ന് കാണണം. കാരണം വലിയ വിവാദമായിരുന്നു, അതിലെന്താണ് ഇങ്ങനൊരു നിരീക്ഷണത്തിലേക്ക് കോടതി എത്തിയതെന്നത് അടക്കമുള്ള വിശദാംശങ്ങൾ കൂടി വരേണ്ടതുണ്ട്. എന്തായാലും ഇതിന്റെ ഒരു അന്തിമ റിപ്പോർട്ടായി ഈ വിധിന്യായത്തിൽ കോടതി പറഞ്ഞിരിക്കുന്നത് മെമ്മറി കാർഡ് ഹാഷ് വാല്യൂ വിവാദത്തിൽ കോടതിയിൽ നിന്ന് ഈ ദൃശ്യങ്ങൾ ചോർന്നിട്ടില്ല, വിചാരണയെ അത് ബാധിച്ചിട്ടില്ല, ആക്രമണ ദൃശ്യങ്ങൾ പകർത്തിയ ഫയലുകൾ അത് കോടതിയിൽ സുരക്ഷിതമാണ്. വി അജകുമാർ സമ്മതിച്ചു ദൃശ്യങ്ങൾ ചോർന്നിട്ടില്ല എന്ന്. അതെ, അങ്ങനെയാണ് അതിന്റെ ഏറ്റവും അവസാന റിപ്പോർട്ടിൽ 1522 പേജിൽ അതിന്റെ ഒരു വിലയിരുത്തലായി വിധിന്യായത്തിൽ പറയുന്നത് അങ്ങനെയാണ്. അത് ചോർന്നിട്ടില്ല, അത് വിചാരണയെ ബാധിച്ചിട്ടില്ല, ദൃശ്യങ്ങൾ കോടതിയിൽ നിന്ന് ചോർന്നിട്ടില്ല എന്നത് സമ്മതിച്ചിട്ടുണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ തന്നെ ലാസ്റ്റ് ഡേ ഓഫ് ഹിയറിംഗിൽ പറഞ്ഞിട്ടുണ്ട്. വിഷ്വൽസ് ആർ നോട്ട് ലീക്ഡ് ഫ്രം ദിസ് കോഡ് ആൻഡ് എവിഡൻഷ്യറി വാല്യൂ ഓഫ് P-2026 മെമ്മറി കാർഡ് റിമെയിൻ ഇൻടാക്ട് എന്നതാണ് ആ വിധിന്യായത്തിന്റെ ഏറ്റവും അവസാന ഭാഗത്ത് 1522 പേജിൽ പറയുന്നത്. പക്ഷേ ഇത് വളരെ ഗുരുതരമായ കാര്യമാണ് റിയ. അതായത് ഇതിൽ ഏറ്റവും അധികം നമ്മളെല്ലാവരെയും ആശങ്കപ്പെടുത്തിയ ഒരു കാര്യം, കാരണം ആ നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ, അതുള്ള പെൻഡ്രൈവ്, അത് 3 തവണ ആക്സസ് ചെയ്തു, അതിന്റെ ഹാഷ് വാല്യൂ മാറി എന്നുള്ളത് ഏറ്റവും വലിയൊരു ആരോപണമായിരുന്നു. അത് വിചാരണ കോടതിക്കെതിരെ പോലും വന്ന ആരോപണമാണ്. അപ്പോൾ അത് എങ്ങനെ അതിൽ പിന്നെ സുപ്രീം കോടതിയിൽ പോയാണ് ഒരു അന്വേഷണം നടത്തിയത്. പക്ഷേ അത് ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആരെങ്കിലും അത് ആക്സസ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ദൃശ്യങ്ങൾ ചോർന്നിട്ടില്ല എന്നുള്ളത് മാത്രമാണോ വിധിന്യായത്തിൽ പറയുന്നത്? ഇവിടെ പറയുന്നത്, ഈ ഫൈൻഡിങ്സിൽ പറയുന്നത് കോടതിയിൽ നിന്ന് ദൃശ്യങ്ങൾ ചോർന്നിട്ടില്ല എന്നുള്ള കാര്യത്തിലാണ് അതിൽ കൃത്യമായി എടുത്തു പറയുന്നത്. ആ കോടതിയിൽ നിന്ന് വിചാരണയുടെ ഒരു ഘട്ടത്തിലും ഈ ദൃശ്യങ്ങൾ ചോർന്നിട്ടില്ല. ഒരു ഫൈൻഡിങ്സ് ആയി പറയുന്നുണ്ട്, ഹെൻസ് ദിസ് കോർട്ട് ക്യാൻ ക്ലിയർലി അറൈവ് അറ്റ് എ ഫൈൻഡിംഗ് ദാറ്റ് ദ എവിഡൻഷ്യറി വാല്യൂ ഓഫ് P-26 memory card is not affected in any way and also that the visuals remained intact and privacy of PW1, അതായത് നടിയുടെ പ്രൈവസി ഈസ് നെവർ കോംപ്രമൈസ്ഡ് എന്നൊരു കൺക്ലൂഷനിലേക്ക് കോടതി എത്തുന്നുണ്ട്. വിചാരണയുടെ ഒരു ഘട്ടത്തിലും നടിയുടെ സ്വകാര്യതയെ ബാധിച്ചിട്ടില്ല, ദൃശ്യങ്ങൾ കോടതിയിൽ നിന്ന് ചോർന്നിട്ടില്ല. ആ കാര്യങ്ങളാണ് 1522 പേജിൽ ഹാഷ് വാല്യൂവുമായി ബന്ധപ്പെട്ട് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഒരു വ്യക്തത വരുത്തിക്കൊണ്ട് പറയുന്നത്. അതോടൊപ്പം ഫോൺ എവിടെ, ഈ ദൃശ്യങ്ങൾ പകർത്തിയ ഫോൺ എവിടെയെന്ന് കൂടി കോടതി ചോദിക്കുന്നുണ്ട്. അത് ആദ്യം മുതൽ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. അത് ഇത്രയധികം അന്വേഷണം, കാർഡിളക്കിയുള്ള അന്വേഷണവും പരിശോധനയും ഒക്കെ നടത്തിയിട്ടും ആ ഫോൺ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല.
അതെ, ഈ ദൃശ്യങ്ങൾ പകർത്തിയ ഫോണിന് വേണ്ടി നിരവധി പരിശോധനകൾ നടത്തി പുഴയിൽ എറിഞ്ഞു എന്ന വാദം ആദ്യഘട്ടത്തിൽ ഉയർത്തി. പിന്നീട് ഈ പൾസർ സുനിയുടെ അഭിഭാഷകന് കൈമാറിയെന്നും മറ്റൊരു അഭിഭാഷകൻ അത് നശിപ്പിച്ചെന്നുമുള്ള വാദങ്ങളൊക്കെ ഉയർന്നു വന്നു. ആ ഫോണുമായി ബന്ധപ്പെട്ട് നിർണായകമായി കേസിൽ ഏറ്റവും നിർണായകമായ ഫോൺ എവിടെ എന്നൊരു ചോദ്യം കൂടി ഈ വിധിന്യായത്തിൽ കോടതി ചോദിക്കുന്നുണ്ട്. അങ്ങനെ നശിപ്പിക്കപ്പെട്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണം എവിടെ എത്തി? അതിലൊരു വ്യക്തത വരുത്താൻ അന്വേഷണ സംഘത്തിനോ പ്രോസിക്യൂട്ടർക്കോ കഴിഞ്ഞിട്ടില്ല. അതിന്റെ അന്വേഷണം ഇനി എങ്ങനെ നടക്കും എന്ന ചോദ്യം കൂടി ഈ ഫോണുമായി ബന്ധപ്പെട്ട് വിധിന്യായത്തിൽ കോടതി മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ഫോണായിരുന്നു. ഈ ദൃശ്യങ്ങൾ പകർത്തിയ ഫോണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായിരുന്നു. അത് നശിപ്പിച്ചെന്ന ആദ്യ വാദം വന്നു, പുഴയിലെറിഞ്ഞെന്ന വാദം വന്നു. പൾസർ സുനിയുമായി കൊണ്ടുപോയി അവിടെ തെളിവെടുപ്പ് നടത്തിയതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. പിന്നീട് അഭിഭാഷകനാണ് താൻ ഇത് കൈമാറിയതെന്ന് പൾസർ സുനി പറയുന്നു. മറ്റൊരു അഭിഭാഷകന് കൊടുത്തെന്നും അത് നശിപ്പിച്ചെന്നും അന്വേഷണ സംഘം കണ്ടെത്തുന്നു. അഭിഭാഷകർ ആദ്യഘട്ടത്തിൽ പ്രതിപട്ടികയിലേക്ക് പോലും ഉൾപ്പെട്ടതാണ്. അപ്പോൾ ഏത് നശിപ്പിച്ചെങ്കിൽ അതിന്റെ അന്വേഷണം ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, അത് ഏത് രീതിയിലാണ് അത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത് തുടങ്ങിയ ഒരു വിമർശനം കൂടി ഫോണുമായി ബന്ധപ്പെട്ട് ഈ വിധിന്യായത്തിൽ കോടതി നടത്തുന്നുണ്ട്. ശരി, അപ്പോഴും ഈ അതിക്രമത്തിന്റെ വീഡിയോ സംബന്ധിച്ച് പബ്ലിക് ഡൊമൈനിൽ ഇല്ലാത്ത കാര്യങ്ങൾ, അതായത് ശബ്ദം, ആംഗിൾ, അതൊക്കെ എങ്ങനെയാണ്? അങ്ങനെയാണെങ്കിൽ സംവിധായകനായ ബാലചന്ദ്രകുമാറിന് അറിയാൻ കഴിഞ്ഞു, ദൃശ്യങ്ങൾ പുറത്തേക്ക് പോയിട്ടില്ല, ദൃശ്യങ്ങൾ സുരക്ഷിതമാണെങ്കിൽ എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്.